മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇതൊരു ചെറിയ ന്യൂസാണ്. വാട്സപ്പിലൂടെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന ഒരു ന്യൂസ്. ധാരാളം വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഗണപതി ഹോമം ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്ക് അതിനകത്ത് വലിയൊരു സയൻസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ആത്മീയതയുണ്ട്. ഈശ്വര ആരാധനയില് വൈദിക വിധി പ്രകാരമുള്ള ഒരു ചടങ്ങാണ് ഗണപതി ഹോമം. ആ ഗണപതി ഹോമത്തില് സാധാരണ കേരളത്തിൽ ഗണപതി ഹോമം വീടുകളിൽ നടത്തുന്നത് വിനായക ചതുർത്ഥി ദിവസമാണ്. ഇടവപ്പാതി കഴിഞ്ഞ്, മിഥുനം കഴിഞ്ഞ്, കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം കന്നിയിലേക്ക് കടക്കുമ്പോൾ വിനായക ചതുർത്ഥി വരും. വീട്ടില് നല്ല വെറ്റ അന്തരീക്ഷം മാറി തുടങ്ങുന്ന അവസരത്തില് ഈ വെള്ളത്തിന്റെ നനവ് ഇതെല്ലാം കൊണ്ട് വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ആ രോഗാണുക്കൾ ഇല്ലാതെയാക്കാൻ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും കീടനാശിനികളും എല്ലാം ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഗണപതി ഹോമം ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞാല് ഒരുപക്ഷെ അത് കാവ്യവൽക്കരണമാവും, അല്ലെങ്കിൽ ഹിന്ദുത്വമാവും, അല്ലെങ്കിൽ വർഗീയമാവും, അല്ലെങ്കിൽ ആത്മീയതയെ ശാസ്ത്രവൽക്കരിക്കലാവും. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു വരി പറയുന്നു. ഗണപതി ഹോമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതിമടലാണ്, നാളികേരത്തിന്റെ മടല്. അതിനാണ് ഏറ്റവും കൂടുതൽ സൾഫർ ഉള്ളത്. ആ സൾഫർ കത്തുമ്പോൾ ഉണ്ടാവുന്ന സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും വീട്ടിലെ പുക രൂപത്തിൽ വർഷത്തിൽ ഒരിക്കല് അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം പടരുമ്പോൾ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്ന മൈക്രോസിഡലാണ്. എല്ലാ രോഗാണുക്കളെയും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. അത് ഈ ചകിരി കത്തുമ്പോൾ ഉണ്ടാവുന്നു. 2 ചിരട്ട, ഫ്രഷ് ആയിട്ടുള്ള ചിരട്ട ഉപയോഗിക്കുമ്പോൾ ആ ചിരട്ട കത്തുമ്പോൾ ഒരു ടാറ് മാതിരിയുള്ള ഒരു സബ്ജക്ട് വരും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫീനോളാണ്. ഡെറ്റോളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഫീനോള്, ആ ഫീനോളിന്റെ ഒരു അംശവും പുകയിലൂടെ പടരുമ്പോൾ അസാധാരണമായ വിധത്തിലുള്ള ഒരു കീടനാശിനിയുടെ എഫക്ട് അതിൽ ചെയ്യും. 3 നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ്, ഞാനതിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. 25ഓളം പൈറസീൻസ് ഉണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ, കാച്ചിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാകുന്ന സുഗന്ധം ഈ പൈറസീൻസ് ആണ്. ആ പൈറസീൻസ് അസാധാരണമായ വിധത്തിലുള്ള കീടനാശിനികളാണ്, രോഗാണുനാശിനിയാണ്. ഇത് 3ഉം, അതായത് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും അതുപോലെ ഫീനോളും അതുപോലെ പൈറസീൻസും പുകയിലൂടെ വീട് മുഴുവനും വ്യാപിക്കുമ്പോൾ വീട്ടിനകത്തുള്ള രോഗാണുക്കൾ പൂർണ്ണമായും മാറാൻ ഒരൊറ്റ ഗണപതി ഹോമം അല്ലെങ്കിൽ വർഷത്തിൽ 2 ഗണപതി ഹോമം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ആത്മീയതയുടെ വിശ്വാസം. ഒരു സ്ഥലത്ത് വെച്ച് പ്യുവർ സയൻസ് എടുക്കുകയാണെങ്കിൽ മണ്ഡലി രോഗത്തിന് പോലും പ്രതിരോധമായിട്ട് ജർമ്മനിയിൽ നിന്ന് കേരളത്തിൽ വന്ന് കൊടുങ്ങല്ലൂർ അത് കാണിച്ചു തന്ന ആ ശാസ്ത്രജ്ഞന്മാര് പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലെ ഗണപതി ഹോമം നടത്തിയിരുന്നു. അതിന്റെ പ്രധാന ഉദ്ദേശം സയൻസാണ്, രോഗാണുക്കളെ ഇല്ലാതെയാക്കലാണ്, വീട്ടിനകത്തുള്ള രോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കലാണ്, അതിനകത്തുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാവിധത്തിലുള്ള ടെറ്റനസും ടൈഫോയിഡ്, കോളറ, ന്യൂമോണിയ, ചിക്കൻ പോക്സ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഈസ്റ്റ് ആയാലും അമീബയായാലും അതിനെ ഇല്ലാതെയാക്കാൻ ഒരു പരിധിവരെ ഗണപതി ഹോമത്തിലെ പുക കൊണ്ട് അതിനകത്ത് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും അതേപോലെ പൈറസീൻസും അതേപോലെ ഫീനോളും ഉള്ളതുകൊണ്ട് സാധിക്കുന്നു. ഇത് നിങ്ങൾ വാട്സപ്പിലൂടെ എല്ലാ സ്ഥലത്തേക്കും അറിയിക്കാൻ മുൻകൈ എടുക്കണം. പ്രണാമം, നമസ്കാരം.